എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കവള 14 രാവ് സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കവള 14 രാവ് സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസമിന്റെ സെമി ഫൈനൽ സ്റ്റേജ് കോമ്പറ്റീഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സെമി ഫൈനൽ സ്റ്റേജിൽ നമ്മോടൊപ്പം ഉള്ളത് 8 മത്സരാർത്ഥികളാണ്. അവർ ഈ സെമി ഫൈനൽ സ്റ്റേജിൽ മാറ്റൊരുക്കാൻ എത്തുന്നത് 5 വ്യത്യസ്തങ്ങളായ റൗണ്ടുകളിലാണ്. ഇന്നത്തെ എപ്പിസോഡിലെ മത്സരങ്ങളിൽ നമുക്ക് ആരംഭിക്കാം. അതിനു മുന്നേ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജിംഗ് പാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഫൈസൽ എൽ-18, റഹനത്ത ആൻഡ് ഷാൻ റഹ്മാൻ. ഇനി നമുക്ക് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ഓർക്കസ്ട്ര ടീം. കവള 14 രാവ് സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസമിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജ്. നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജിലെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി ഈ വേദിയിലേക്ക് പാടാൻ എത്തുന്നത് നമ്മുടെ ലിറ്റിൽ സ്റ്റാർ അസാദ് ആണ്. സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ അസാദ്. Yo man, you look so cool. ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. അസാദ്, എന്താ അസാദ് എന്നെ നോക്കാത്തെ? എൻ്റെ മുഖത്തെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോക്കുന്നുണ്ടല്ലോ അല്ലേ? ആയിക്കോട്ടെ. അസാദ്, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. അമ്മോ, അപ്പൊ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ വില്ലൻ ഇപ്പോഴും ഉണ്ടല്ലേ? ഒക്കെ ഉണ്ടല്ലോ. കോൾഡ് പോയിട്ടില്ല അല്ലേ? കോൾഡ് മനസ്സിലായി. കോൾഡ്, ജലദോഷം മനസ്സിലായില്ലേ? അത് പോയോ? കുറച്ചുകൂടെ ബാക്കിയുണ്ടല്ലേ? എന്തിനാ അത് ബാക്കി വെച്ച് നശിപ്പിച്ചുകൂടായിരുന്നോ? ഇന്ന് ഡിവോഷണൽ സോങ് റൗണ്ട് ആണ് പെർഫോമൻസ്. ഏത് സോങ്ങാ സെലക്ട് ചെയ്തിട്ടില്ലേ? അതിനു മുന്നേ ഈ കോസ്റ്റ്യൂം ആരാ വാങ്ങിച്ചു തന്നത്? ഇക്കയാണല്ലേ? ഇക്കൊക്കെ നല്ല സെലക്ഷൻ ആണല്ലോ. ഇക്കൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയൂ. ഇനി നമുക്ക് ജഡ്ജസിലേക്ക് പോവാം. ബിഫോർ ദ സോങ്, ഷാൻ സർ. ജ്യേഷ്ഠൻ അല്ലേ? മാറ്റി കോസ്റ്റ്യൂമിന്റെ ഒരു ഡിഫറെന്റ് ഗെറ്റപ്പ് അല്ലേ? അപ്പം ജ്യേഷ്ഠനൊന്നുമില്ല. ബ്രോ ബ്രോ. ഓക്കെ അസദ് ബ്രോ. അപ്പം പിന്നെ ഡിവോഷണലാ പാടാൻ പോകുന്നല്ലേ? ഓക്കെ. അപ്പം എന്തായാലും കോസ്റ്റ്യൂമും പിന്നെ ചൂസ് ചെയ്ത റൗണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ എന്തായാലും പാട്ട് എന്തായാലും മോൻ്റെത് അടിപൊളിയാവട്ടെ. ഓക്കെ. മോന് നമ്മുടെ ടോപ്പ് സ്കോററാണ്. നമ്മളെല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്, കണ്ണിലെ കൃഷ്ണമണിയാണ്. പോട്ടെ, ഓവറേ. അപ്പം മോനെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ സർ. അസാദ്, അപ്പം എല്ലാവരും കാത്തിരിക്കുകയാണ് അസാദിന്റെ പെർഫോമൻസിനായി. നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് വാച്ച് ഇറ്റ്.
എന്ത് കോൾഡ് വന്നാലും എന്ത് വലിയ സംഭവം വന്നാലും അസദിൻ്റെ പെർഫോമൻസ് ഒരു മാജിക്കൽ ആസ് ഓൾവേസ്. അടിച്ച് പൊളിച്ച് നന്നായിട്ട് പാടി അസദ്. വാക്കുകൾ കിട്ടുന്നില്ല, അത്ര മനോഹരമായിരുന്നു. അസദ് ഇങ്ങനെ പാടുന്ന കാണാൻ എന്ത് രസമാണെന്ന് അറിയാം. അസദ് എത്ര പ്രാവശ്യം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഓഡിയൻസിനൊക്കെ അങ്ങനെ തന്നെയാണ്. അസദിന് എത്ര ഫാൻസാ അറിയില്ലേ? നമുക്ക് എണ്ണി വെക്കാൻ പറ്റില്ല, എന്നാലും അത്രയും ഫാൻസ് ഉണ്ട് അസദിന്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അസദിനെ കുറിച്ച്. അസദ് ഇനി നമുക്ക് കമൻസ് അറിയാം. ഹാപ്പി? ശരി. ഷാൻസ? അസദേ, വളരെ ചെറിയ ഒരു 1-2 പിച്ച് ഔട്ടുകൾ ഒഴിച്ചാൽ ഗംഭീരമായിട്ട് മുമ്പാടി. എല്ലാ പ്ലാൻസും കാര്യങ്ങളും എല്ലാം, അതായത് ഈ ഒരു കോൾഡ് കാരണം ഉണ്ടായ പ്രശ്നങ്ങൾ, അല്ലാതെ കോൺസെൻട്രേഷൻ ഇല്ലാത്തതുകൊണ്ടല്ല. കോൾഡ് കാരണം ഉണ്ടായ, കോൾഡ് മീൻസ് ജലദോഷം, കഫക്കെട്ട്, തുമ്മൽ ഇത്യാദി ഈ പ്രശ്നങ്ങൾ കാരണം ഉണ്ടായ സംഭവം മാത്രമേ ഉള്ളൂ ഈ പാട്ടിൽ മൈനസ് എന്ന് പറയാനുള്ളത്. ബാക്കി ഏരിയാസൊക്കെ ചില പ്ലാൻസൊക്കെ കേട്ട് ഞാൻ തലയിൽ കൈവച്ചു പോയി. മോൻ അടിപൊളിയായിട്ട് പാടി, നല്ല ഫീലിൽ തന്നെ പാടി. ആ ഒരു ഡിവോഷണൽ ഫീൽ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയാൽ മോൻ ഈ പ്രോഗ്രാമിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻസ. രണത്ത? അസദ് നന്നായിട്ട് പാടിട്ടോ. ആ കോൾഡ് ഇങ്ങനെ മൂക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പിടിച്ചപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ അതൊന്നും കണ്ടില്ല. പാടാൻ ഇങ്ങോട്ട് ടേക്ക് ഇങ്ങോട്ട് റിഹേഴ്സലിന് വല്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നും. പക്ഷെ ടേക്ക് ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയില്ല മോൻ എങ്ങനെയാണ്. മോൻ അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നുള്ളൂ. ഇത് ഏത് കൂടെയാണ് ഈ സംഗതികളും, എങ്ങനെയാണ് ആ ഫീലും കൂടെ. എനിക്ക് വല്ലാത്തൊരു ഇതാ തോന്നുന്നത്. ചില സോങ്ങിലൊക്കെ എന്താ പിന്നെ പറയാം, നമ്മൾ അങ്ങനെ ഒരു എന്തൊക്കെയോ ഉണ്ട് മോനെ. ഇങ്ങനെ പാടുമ്പോൾ ചില സോങ്ങൊക്കെ പാടുമ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ നമുക്കങ്ങനെ തോന്നും. പാട്ടുകൊണ്ട് നമുക്കങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിക്കുക എന്നൊക്കെ പറയണ വലിയൊരു കാര്യാട്ടോ. 2 സ്ഥലം ഉണ്ടല്ലോ, അഹദവനെ അല്ലേ? അതൊന്ന് പാടിയേ, ആ ഒരു പ്ലാൻ ഒന്ന് പാടിയേ. അതിപ്പോ എന്താപ്പാ വന്നത്?